പെട്ടെന്നാവട്ടെ, ഇതെങ്ങനെ നമുക്ക് പോകാൻ പ്രാക്ടീസ് ചെയ്തേടാ. ഇവിടെ എത്തുമ്പോൾ ശരിയാണ്. ഇവിടെ എത്തുമ്പോഴാണ് തെറ്റിപ്പോകുന്നത്. ലാസ്റ്റ് നമുക്ക് ഇവിടെ ഒന്നുകൂടെ നോക്കാം. ഇതെന്തുവാ മഹീൽ മഹാ എന്തടി എല്ലാവരും ഉണ്ടല്ലോ. അത് മധുവൊഴുക്കും പേരാണ്. നോക്കല്ലേ. അല്ല, ഈ വായി നോക്കി എങ്ങനെ അറിഞ്ഞ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുവാന്ന്? എനിക്കറിഞ്ഞൂടാ, ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ലോകതോൽവി ഉണ്ടല്ലോ. ഓഹോ, നോക്കരുതെന്ന് പറഞ്ഞിട്ട് നോക്കിയല്ലേ? ഞാൻ നോക്കിയൊന്നുമില്ല, കണ്ണൊന്നും മിനിച്ചപ്പോ കണ്ടതാ. അതെ, അവൻ നിന്നെ ഇന്ന് എന്തായാലും പ്രപ്പോസ് ചെയ്യും. നീ നോക്കിക്കോ. നീ കട്ടയ്ക്ക് റിജക്ട് ചെയ്തോ. അല്ല പിന്നെ പഠിക്കാൻ വന്ന് പഠിച്ചിട്ട് പോണം. പറയുന്ന ആള് കൊള്ളാം. പ്രേമരോഗത്തിനെ ദിവസവും 3 നേരം മരുന്ന് കഴിക്കുന്ന ആളാ. ഒന്ന് പോടി. അതെ, അവനെ പിടിച്ചു നിർത്തിയിട്ട് അവന്റെ ചെപ്പക്കുറ്റി നോക്കി 2 പൊട്ടിച്ചിട്ട് പറഞ്ഞാലോ ഇനി മേലാൻ എന്റെ പുറകെ നടക്കില്ലെന്ന്. ഇങ്ങോട്ട് നോക്കുന്നേ, ഞാൻ വേണ്ടണം. പോയി സംസാരിക്കേ, അവസരം കളയാതെ. ചുമ്മാ പറയാ. നിക്കടി. തനിക്ക് സംസ്കൃതം നല്ല വശമുണ്ടല്ലേ? സംസ്കൃതം വദനം രുചിരം ഹൃദയാന്തഹരം മാതകഹാസം മാധവമാസം മൗനാചരണം മദീനി സുമുഖി അണയു സഖിനി കുവളയ നയനെ. ഇതിന്റെ അർത്ഥം എന്താ? എനിക്കറിയില്ല. ഇല്ല, ഒന്നും മനസ്സിലായില്ല. ബെസ്റ്റ്. ഇതിന്ന് രാവിലെ തൻ്റെ ഫ്രണ്ട് എൻ്റെ കൈ തന്നിട്ട് ഓടിക്കളഞ്ഞ. ഇതാരാ എഴുതിയേ? ഇത് എഴുതിയത് യൂസഫ് അലി സാർ. പുള്ളിക്കാരൻ കാണുന്ന പോലെ ഒന്നല്ലേ? അറിയോ സാറിനെ? മറ്റേ ടി വിയിലൊക്കെ കാണുന്ന ലുലുമോളുടെ ഓണർ അല്ലേ, ദുബായിലുള്ള? അയ്യോ, അതല്ല. അതല്ലേ? ഇത് യൂസഫ് അലി കേച്ചേരി സാർ. അതൊക്കെ പോട്ടെ. ഇതിന്റെ അർത്ഥം എന്താ? അത് ഞാൻ പിന്നെ പറയാം. ബെസ്റ്റ്. നല്ലൊരു ലവ് സോങ് കിട്ടിയപ്പോൾ വെച്ചങ്ങ് കാച്ചിയല്ലേ? എന്താണെങ്കിലും എനിക്കിഷ്ടായി. വൈകിട്ട് ഫ്രീ ആണോ? എടി, അവര് തമ്മിൽ സെറ്റ് ആയോ? നമുക്ക് അവളെ വിളിച്ചോണ്ട് പോയാലോ? നമുക്കോ പറ്റുന്നില്ല. അല്ല, എനിക്കോ പറ്റുന്നില്ല. അവരെങ്കിലും എൻജോയ് ചെയ്യട്ടെ എന്ന് വെച്ചാ എനിക്കാരോ ഉണ്ടെന്നല്ലേ? ഒന്ന് പോടി. താനെന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നൊക്കെ ഞാൻ കാണാറുണ്ട്. ആണോ? എല്ലാരും നോക്കുന്നുണ്ട്. ഞാൻ പോട്ടെ. പോവാണോ? പ്രാക്ടീസ് ആണോ? പിന്നല്ലാതെ. ബൈ. Tasteful face brings delight to my heart. Intoxicating smile is like the month of Madhava. Please stop your verb of silence. Hey beauty, come closer dear. The one with eyes like water lilies. സിസ്റ്ററെ, അമ്മൂമ്മയുടെ അടിയന്തരത്തിന് നമ്മളൊന്നും വിളിച്ചില്ല കേട്ടോ. അതിന് അപ്പൂപ്പനെങ്കിലും വിളിക്കണേ. ഓക്കെ, ഒരാവശ്യമില്ല. സിസ്റ്റർ, ഹലോ. 2 ദിവസമായിട്ട് കാണാനില്ലല്ലോ. ചെറിയൊരു പനിയുണ്ട്. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം സിസ്റ്റർ, വെച്ചോണ്ടിരിക്കല്ലേ. ഇപ്പം ചെറിയ ആശ്വാസമുണ്ട്. ശരി ശരി, ഞങ്ങൾ വൈകിട്ട് ഞാനും വിനോദും കൂടെ അങ്ങോട്ട് ഇറങ്ങാം. വിനോദ? ശരി. വിനോദേ, നമുക്ക് വൈകിട്ട് അമ്പിളി സിസ്റ്ററിന്റെ വീട് വരെ ഒന്ന് പോണേ. അടുത്താണോ? 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര ഒരു ആശാനെ? വിനോദേ, ചുമ്മാ 10 കിലോമീറ്റർ ശരിയാണ്. 100 മീറ്റർ എന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ, 1000 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 10 കിലോമീറ്റർ.
ഹലോ ഹലോ അമ്മാമ്മ. ആ ഷീജമോളെ നീയായിരുന്നോ? ഞാൻ വിചാരിച്ച ഗിരിജയായിരിക്കുന്നു. കുഞ്ഞുവാവയൊക്കെ ഉറങ്ങിയോ മോളെ? അയ്യോ എന്ത് ബഹളമായിരുന്നെന്ന് അറിയാമോ അമ്മാമ്മ? ഇപ്പൊ അങ്ങോട്ട് ഉറക്കി കിടത്തിയേ ഉള്ളൂ. അമ്മാമ്മ പുഷ്പേട്ടനെ ഇന്നലെ മെനഞ്ഞൊന്ന് അവിടെ വന്നായിരുന്നോ? പുഷ്പരാജ ഇന്നും ഇന്നലെ ഒന്നും വന്നില്ല. കുറച്ചു ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു. എന്താ മോളെ കാര്യം? വന്നില്ലേ? ഇല്ല. അല്ല 2-3 ദിവസമായി പോയിട്ടേ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവിടെ വന്നോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. എടാ രവി, ഷീജമോളാ പുഷ്പരാജൻ കുറച്ചു ദിവസമായി വീട്ടിൽ ചെന്നിട്ടെന്ന്. നീ ഒന്ന് ചോദിച്ചേ. ദാ എന്താ മോളെ പുഷ്പരാൻ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. പുഷ്പേട്ട അവിടെ വന്നോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഇവിടെ വന്നില്ല. അവനിവിടെ വരുന്ന പതിവൊന്നും ഉള്ളതല്ലോ. വന്നില്ലേ? അവൻ എവിടെ പോയതാന്നാ പറഞ്ഞേ? കൂട്ടുകാരന്റെ അച്ഛനെ കിണറ്റിൽ വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച രാത്രി പോയതാ, പിന്നെ വന്നില്ല. വെള്ളിയാഴ്ച രാത്രി കൂട്ടുകാരൻ അച്ഛൻ കിണറ്റി വീണെന്ന്. കിണറ്റി വീണവരെ രക്ഷിക്കാൻ ഇവനാര്? ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനോ?